ഹായ് ഓൾ. ഇന്ന് നമ്മൾ സർക്കിൾസത്തെ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു എ കോർഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് തിയറം നോക്കാം. എന്താ തിയറം? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോർഡ് ബൈസെക്ട്സ് ദ കോർഡ്. അതായത് നമ്മൾ ഒരു സർക്കിൾ എടുത്തു, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കോർഡിലേക്ക് വരയ്ക്കുന്നുണ്ട് പെർപെൻഡിക്കുലർ. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, ഒരു സ്ക്വയർ പോലെ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഇത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ, അത് ബൈസെക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പി ക്യു എന്ന് പറയുന്നതിന്റെ ഇവിടെ R എന്നാണ് ഉള്ളെങ്കിൽ അത് ബൈസെക്ട് PR ഈക്വൽ ടു QR എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം വി ഹാവ് ടു ഷോ ദാറ്റ് PR ഈക്വൽ ടു QR. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കൺസിഡർ ട്രയാങ്കിൾ POR ആൻഡ് ട്രയാങ്കിൾ QOR. ആ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യം ആംഗിൾ PRO ഈക്വൽ ടു ആംഗിൾ QRO ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താ? തന്നിട്ടുണ്ട് P1 PRO ഈക്വൽ ടു ആംഗിൾ QRO ഈക്വൽ ടു 90 ഡിഗ്രി. അടുത്തെന്താ? ആംഗിൾ PO ആംഗിൾ അല്ല, PO ഈക്വൽ ടു QO ഈക്വൽ ടു PO ഈക്വൽ ടു QO. കാരണം എന്താ? റേഡിയസ്. PO ഈക്വൽ ടു QO എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസിലെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് റേഡിയസ് ആയിട്ട് കിട്ടിയത്. അപ്പൊ അടുത്തെന്താ? ഒരു റൈറ്റ് ആംഗിൾ കിട്ടി, ഒരു ഹൈപ്പോട്ടന്യൂസും കിട്ടി. ഇനി വേറെ സൈഡ് കൂടി വേണ്ട. സൈഡ് ഏതാണ് എടുക്കുക? OR ഈക്വൽ ടു OR എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് OR ഈക്വൽ ടു ORന്റെ കാരണം എന്താ? കോമൺ സൈഡ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ POR കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ QOR എന്ന് പറയാം. ട്രയാങ്കിൾ POR ഉം ട്രയാങ്കിൾ QOR ഉം കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? PR ഈക്വൽ ടു QR കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് CPCT എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ തിയറി എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. പ്രൂഫ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? AM ഈക്വൽ ടു BM എന്ന് കിട്ടിയിട്ടുണ്ട്. ആ കോർഡിനെ ബൈസെക്ട് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ AM ഈക്വൽ ടു BM. ഇന്ന് നമുക്ക് എന്ത് പറയാം? AO ഈക്വൽ ടു BO എന്ന് പറയാം. കാരണം അത് റേഡിയസ് ആണ്. AM ഈക്വൽ ടു BM ഉം AO ഈക്വൽ ടു BO എന്നും കിട്ടി. അടുത്തത് നമുക്ക് OM ഈക്വൽ ടു OM. കാരണം എന്താ? കോമൺ സൈഡ് ആണ്. അപ്പൊ 3 സൈഡ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ AOM കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BOM എന്ന് പറയാം. അതിനു മുന്നേ പ്രൂഫ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? കൺസിഡർ ട്രയാങ്കിൾ AOM ആൻഡ് ട്രയാങ്കിൾ BOM എന്ന് ആദ്യം എഴുതി വെക്കണം. എന്നിട്ടാണ് നമ്മൾ പ്രൂഫ് എഴുതാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടും. കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ്, ആംഗിൾ AMO ഈക്വൽ ടു ആംഗിൾ BMO എന്ന് പറയാം. AMO BMO ഈക്വൽ ആണെന്ന് പറയാം. പിന്നെ അത് ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പറയാം. നമുക്ക് ഈക്വൽ കോർഡ്സ് ആൻഡ് ഡിസ്റ്റൻസസ് അതെന്താന്ന് നോക്കാം. നമുക്കൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, അത് ഒരു പോയിന്റുമായിട്ട് പല ഡിസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെ നമുക്ക് ആ ലൈനുമായിട്ട് കുറെ ഡിസ്റ്റൻസസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് പറയും? ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ or line segment is the distance of line from the point എന്നാണ് പറയാം. ആ പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് ആ ലൈനും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക മാത്സിൽ. നമുക്ക് ഈ സർക്കിൾ വരച്ചു നോക്കാം. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് വരച്ചു, ഇങ്ങനെ ഒരു കോഡ് വരച്ചു, ഇങ്ങനെ ഒരു കോഡ് വരച്ചു. അങ്ങനെ എത്ര കോഡ് വേണമെങ്കിൽ വരച്ചാലും
ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോർഡ് ഓഫ് ദ സർക്കിൾ എന്നാണ് പറയാം. സർക്കിളിന്റെ സെന്റർ കൂടെ പോകുന്ന ഡയമീറ്ററിനാണ് ആ സർക്കിളിന്റെ ലോങ്സ്റ്റ് കോർഡ്. ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോർഡ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ആ സർക്കിളിന്റെ ലോങ്സ്റ്റ് കോർഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കോർഡ് പഠിച്ചു, ആർക്ക് പഠിച്ചു, സെക്ടർ എന്താ നോക്കാം. ഇതാണ് നമ്മളുടെ സർക്കിൾ എന്ന് വിചാരിച്ചോളൂ. പി ക്യു എന്ന് പറയുന്നത് കോർഡ്. അപ്പം നമുക്ക് എന്ത് എടുക്കാം? ഈ ഭാഗം മൊത്തമാണെങ്കിൽ അതിനെ മൈനർ സെക്ടർ എന്ന് പറയാം. ഈ വലിയ ഭാഗമാണെങ്കിലോ മേജർ സെക്ടർ എന്നും പറയാം. മൈനർ സെക്ടർ എന്നും മേജർ സെക്ടർ എന്നും പറയാം. നമുക്ക് സെക്ടറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, θ/360 ഇൻറ്റു πr² എന്നാണ് പറയാം. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു θ/360 ഇൻറ്റു πr². ഇപ്പൊ ഇതാണ് നമ്മളുടെ സർക്കിൾ വെച്ചാല് ഇവിടെ ഇതാണ് തീറ്റ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ പറഞ്ഞാൽ 360 ആണ്. അതുകൊണ്ട് θ/360 ഇൻറ്റു πr². ഒരു സർക്കിളിന്റെ ഏരിയ πr² ആണ്. അതുകൊണ്ട് θ/360 ഇൻറ്റു πr² ആണ് ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വീണ്ടും ഡയമീറ്ററിന്റെ കേസ് നോക്കാം. ഒരു സർക്കിൾ വന്നിട്ടുണ്ട്, അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സെന്റർ കൂടെയല്ലേ പാസ് ചെയ്യുന്നത്. അപ്പം ഡിസ്റ്റൻസ് ഓഫ് diameter from the center of circle. Distance of diameter from the center of the circle എന്തായിരിക്കും? സെന്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് 0 ആണ്. നമുക്ക് അടുത്ത തിയറം നോക്കാം. ഈക്വൽ കോർഡ്സ് ഓഫ് എ സർക്കിൾ or of congruent circles are equidistant from the center or centers. അപ്പൊ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, ഇക്വൽ ഡിസ്റ്റൻസ് ഉള്ള രണ്ട് കോർഡ്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെയും വരയ്ക്കാം. എ ബി അല്ലെങ്കിൽ പി ക്യു, എ ബി സി ഡി. ഓ, എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ, എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ AB equal to CD implies OP equal to OQ എന്നാണ്. നമുക്ക് അടുത്ത തിയറം നോക്കാം. Chords equidistant from the center of a circle are equal in length. എന്താ പറയുന്നത്? Converse of the previous theorem. നേരത്തെ തിയറത്തിന്റെ കോൺവേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. കോർഡ്സ് ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടു ഇന്റർസെക്റ്റിംഗ് കോർഡ്സ് ഓഫ് എ സർക്കിൾ മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് ദ ഡയമീറ്റർ പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, പ്രൂവ് ദാറ്റ് ദ കോർഡ്സ് ആർ ഈക്വൽ. എന്താ പറയുന്നത്? പി ക്യു പറഞ്ഞ ഡയമീറ്റർ ഉണ്ട്, എ ബി എന്ന് പറഞ്ഞതും സി ഡി എന്ന് പറഞ്ഞതും കോർഡ്സ് ആണ്. അതിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഇ ആണ്. ആ ഇ കൂടെ പി ക്യു പാസ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കോർഡ്സും ലെങ്ത് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗിവൺ എ ബി ആൻഡ് സി ഡി ആർ കോർഡ്സ് പാസിംഗ് ത്രൂ ഇ and PQ is the diameter also passing through E. Given AB and CD are chords passing through E and PQ is the diameter also passing through E. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതെങ്ങനെയാ? ആംഗിൾ ഇ എൽ, ഇത് നമുക്ക് O ആയിട്ട് കൺസിഡർ. ഇ എൽ ഒ ഈക്വൽ ടു ആംഗിൾ ഇ എം ഒ ഈക്വൽ ടു 90 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എൽ ഇ ഒ ഈക്വൽ ടു
180 മൈനസ് 90 മൈനസ് ആംഗിൾ EOL. ഓക്കെ, കാരണം എന്താ, ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കത് പറയാം. അപ്പം LOE എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തിരിച്ചു എഴുതി. EOL നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. LOE എന്ന് പറഞ്ഞാൽ 90 മൈനസ് ആംഗിൾ LEO എന്ന് പറയാം. 90 മൈനസ് ആംഗിൾ LEO ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 90 മൈനസ് LEO എന്ന് പറഞ്ഞാൽ AEQ. LEO എന്ന് പറഞ്ഞാൽ LEO എന്ന് പറഞ്ഞാൽ AEQ എന്ന് പറഞ്ഞാൽ വലിയ ആംഗിളും ഈക്വൽ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, 90 മൈനസ് ആംഗിൾ DEQ എന്ന് പറയാം. അല്ലെങ്കിലോ 90 മൈനസ് ആംഗിൾ MEO എന്ന് പറയാം. അല്ലെങ്കിൽ ഈക്വൽ ടു MEO എന്ന് പകരം MOE. ആംഗിൾ LOE ഈക്വൽ ടു ആംഗിൾ MOE എന്ന് പറയാം. LOE ഈക്വൽ ടു ആംഗിൾ MOE. ആംഗിൾ LEO ഈക്വൽ ടു MEO എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടി. ഈ ഒരു സൈഡും കൂടി കിട്ടിയാൽ മതി. ഏതാ സൈഡ്? EO ഈക്വൽ ടു EO, കോമൺ സൈഡ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ EOL കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ EOM എന്ന് പറയാം. ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്തെന്ത് പറയാം, OL ഈക്വൽ ടു OM. OL ഈക്വൽ ടു OM, അതായത് if OL equal to OM, then the corresponding chords are equal. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് കോർഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് മുന്നത്തെ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് AB ഈക്വൽ ടു CD എന്ന് കിട്ടി.